എല്ലാ സൗഹൃദങ്ങൾക്കും നല്ല നമസ്കാരം, ഒരുപാട് സ്നേഹം, ഒരുപാട് ഇഷ്ടം. കട കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി, ഇത് ഞങ്ങളുടെ സൗഹൃദങ്ങളുടെ വലിയൊരു കൂട്ടായ്മയുടെ ഒരു കട കൂടിയാണ്. അപ്പോൾ ഇന്ന് വഴിയോര കടക്കാഴ്ചകൾ, വഴിയോര കാഴ്ചകളെന്ന് കേട്ടിട്ടില്ലേ, അതുപോലെ വഴിയോരത്തോട്ട് പോകുമ്പോൾ വഴിയോര കടയിലെ കാഴ്ചകൾ കാണാം. കേരളത്തിലെ എല്ലാ മലയാളികളും ഇഷ്ടപ്പെടുന്ന ഒരു ഭക്ഷണശാലയാണ് വഴിയോര കട. ഇത് നമ്മുടെ വലിയൊരു സൗഹൃദമാണ്. മഹേഷ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ മനീഷ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ നമ്മുടെ ബേബി മാമൻ എന്ന് പറയുന്ന നമ്മുടെ ഇതിൻ്റെ ഉടമസ്ഥനായിക്കോട്ടെ, ഞങ്ങളുമായിട്ട് ഏതാണ്ടൊരു 15 കൊല്ലത്തോളമുള്ള ആത്മബന്ധമുള്ള ഒരു സ്ഥാപനം കൂടിയാണിത്. അപ്പോൾ നമ്മുടെ MC റോഡിൽ എല്ലാവർക്കും അറിയാം, കിളിമാനൂരേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു സ്ഥലമാണ് വഴിയോരക്കട. ഇന്ന് നമ്മൾ ഇവിടുത്തെ കാഴ്ചകളാണ്, ഒരുപാട് കാഴ്ചകളുണ്ട്, എങ്കിലും ഓടി നടന്ന് നമുക്ക് പെട്ടെന്ന് കാണാം. ഇത് ഇല കട്ട് ചെയ്യുന്ന സ്ഥലം, ഇത് മീൽസിൻ്റെ ഇല കട്ട് ചെയ്ത് തുടച്ച് ഒതുക്കി വെച്ചിരിക്കുന്നതാണ്. ഇത് കാപ്പിക്കിടുന്ന ഇല, എല്ലാം നാടൻ ഇലയാണ്. അത് നീളം കുറഞ്ഞത് കാപ്പിക്കിടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മുടെ ഊണിന് കൊടുക്കുന്ന ഇല. വഴിയോര കാഴ്ചകൾ ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വഴിയോര കടയിൽ 1, 2, 3, 4 അടുക്കളയുണ്ട്. അതിൽ ഒന്നാമത്തെ അടുക്കള. നമസ്കാരം. നമസ്കാരം. ബാബു ചേട്ടൻ, വർഷങ്ങളായുള്ള ബന്ധം. എത്ര വർഷമായി ഇവിടെ പറയും പോലെ? 13 വർഷം. 13 വർഷം ഇവിടെയാണ്, ഇവിടെ തന്നെയാണ്. ഇവിടെ 10-40 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളൊരു മനുഷ്യനാണ്. ഇതാണ് വിറകടുപ്പിൽ വഴിയോര കടയിലെ ഒരു അടുക്കള. ഇത് താറാവ്. ഇനി അടുത്ത് ഇത് ചിക്കൻ റോസ്റ്റ് വലിയ പീസ്. പിന്നെ ഇവിടുത്തെ പ്രത്യേകത നാടൻ കോഴിയല്ലേ? നാടൻ കോഴി മാത്രമേ ഉള്ളൂ. ഇത് വലിയ പീസ് ചിക്കനാണ്. ഈ തിളയ്ക്കണം. ഇനി ഇത് ചിക്കൻ ചെറിയ പീസ്, ചെറിയ ഉള്ളി ഇട്ട് വെച്ച ചിക്കൻ ചെറിയ പീസ്. ഇതാ ഇത് ഒരെണ്ണം ടേസ്റ്റ് ചെയ്യാമേ. ചെറിയ ഉള്ളി ഇട്ട് വെച്ച ചിക്കൻ പീസ് ഒരെണ്ണം. പല വീഡിയോസിൽ നമ്മൾ പലരുമൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇത് എടുത്ത് ടേസ്റ്റ് ചെയ്തതിന് ശേഷം ബാക്കി എടുത്ത് അതിൽ ഇടുന്നു. അതുകൊണ്ട് തന്നെ അതൊരു അരോചകമായിട്ട് വരണ്ട, ഒറ്റ പീസ് ചിക്കൻ മാത്രം നമ്മൾ ടേസ്റ്റ് ചെയ്തു. നാളെ കോഴിയിൽ എല്ല് കഴിക്കുന്നു. തിരിച്ചതിലിട്ടിട്ടില്ല. സ്പൂണിതാ ഈ വെള്ളത്തിലേക്കിട്ട് കഴുകി. ഇനി പിണക്കമില്ലല്ലോ. ശരി, ഇതും ചിക്കൻ തന്നെയാണ്. അത് പരുവമായത്, ഇത് വെന്തുകൊണ്ടേയിരിക്കുന്നതാണ്. ഇത് നാടൻ ചിക്കൻ പരുവപ്പെട്ട് വലിയ പീസ് ചിക്കൻ റോസ്റ്റ്. ഇത് മട്ടനാണ്. മട്ടൻ ഇത് കൊടുക്കാൻ പരുവത്തിൽ കനലിൽ ഇട്ട് വച്ചിരിക്കുന്ന സാധനമാണ്. വഴിയോര കടയിൽ ഇപ്പോഴാണ് മട്ടൻ തുടങ്ങിയത്.
എന്തായാലും മട്ടൻ്റെ ഒരു മട്ടൻ്റെ ലെഗുണ്ട്. ഇതിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ എടുത്ത് വലിച്ച് പിടിച്ചാൽ ഭയങ്കര രസമുള്ളൊരു സംഭവം കാണാം. അതിനകത്തുനിന്ന് നല്ലി ഇങ്ങനെ ഊർന്നടങ്ങി വരും. ഒരു മട്ടൻ ഒറ്റ പീസേ എടുത്തിട്ടുള്ളേ. ഞാൻ കയ്യിലേക്കിടുന്നു, സ്പൂണ് തൊട്ടിട്ടില്ല, തിരിച്ചതുപോലെ ഇടുന്നു. അയ്യാ, സ്പൂണ് പാഴ്സൽ ഇലയിൽ പച്ചടി, ചമ്മന്തി, അച്ചാർ, അവിയൽ, തോരൻ, ബാക്കിയുള്ള കറികൾ, ഒഴിച്ചു കറികൾ, പായസം, പരിപ്പ്, സാമ്പാർ, പുളിശ്ശേരി, രസം, മീനിൻ്റെ ഗ്രേവി, പപ്പടം. ഒരു മീൽസ് റെഡി. ഇത് മീൽസിൻ്റെ കൂടെ കൊടുക്കുന്ന കുഴച്ച കപ്പയാണ്. കുഴച്ച കപ്പ, അതുപോലെ തന്നെ തോരന്, അവിയൽ, മീൻചാറ്, പരിപ്പ്, പുളിശ്ശേരി കട്ടി കണ്ടപ്പോൾ എനിക്കൊരു ചെറിയ കൊതി. സ്പൂൺ കയ്യിൽ തൊട്ടിട്ടില്ലേ. ആഹാ, ഇനി ഇവിടെ പൊടികൾ വച്ചിരിക്കുന്ന സ്റ്റോർ റൂമാണ്. മല്ലിപ്പൊടി, മുളക് പൊടി, അതൊന്നും കമ്പനിയുടെ അല്ല, ഇവിടെ തന്നെ പൊടിക്കുന്നതാണ്. അതെല്ലാം പൊടിച്ചത് ഈ ബക്കറ്റിൽ ഇങ്ങനെ തട്ടി വെച്ചേക്കും. ആവശ്യം വരുമ്പോൾ ഇതുപോലെ എടുത്ത് അങ്ങ് കൊണ്ടുപോകും. ഇത് ഒന്നാമത്തെ അടുക്കള. അടുക്കള നമ്പർ 2. ഇതിലാണ് കോഴിയുടെ ലിവർ മുട്ട കണ്ട തേങ്ങ കൊച്ചിട്ട് കോഴിയുടെ ലിവർ വെച്ചിരിക്കുകയാണ്. ഒരു മുട്ട തിന്നണ. കോഴിയുടെ ലിവർ. ഇത് വെജിറ്റബിൾ ടൊമാറ്റോ കറി. ആ കളറ് കണ്ടാൽ തന്നെ നോക്കി, നല്ല പൊടിച്ച മുളകിൻ്റെ കാശ്മീരി ചില്ലിയിലെ കളറ് സാധനം. ഇത് കൊഞ്ച് റോസ്റ്റ്. കൊതി വരുന്നുണ്ടോ? കൊതി വരുന്നുണ്ടെങ്കിൽ ഒരെണ്ണം കഴിക്കാം. സ്പൂണിൽ ഒരെണ്ണേ എടുത്തിട്ടുള്ളൂ. സ്പൂൺ എൻ്റെ കയ്യിൽ തൊട്ടിട്ടില്ല. വറുത്തരട്ട കൊഞ്ച് റോസ്റ്റ്, വറുത്താൻ മറിച്ചു. ആവോലി കറി വെച്ചത് എല്ലാം വറുത്തരച്ചതാണ്. ഇതിൻ്റെ ഗ്രേവി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. ഇനി ഒരു കണവയുണ്ടല്ലേ. ആവോലി കറി. ഇത് അയല വറ്റിച്ചതാണ് കേട്ടോ. അയല വറ്റിച്ച് വെച്ചേക്കുന്ന സാധനം. അതിൻ്റെയും ഗ്രേവി. അയ്യവ, കണവത്തോരൻ. ഓർഡർ ഉണ്ടല്ലേ? എടുത്തു. വേണ്ട. കണവത്തോരൻ. ഇവിടെ എല്ലാം മീനിൻ്റെ ചക്കയാണ്. കണവത്തോരൻ, ഞണ്ട് എനിക്ക് തോന്നുന്നു കുരുമുളകിൽ അടിച്ചാണ് അല്ലേ? കുരുമുളകും മുളക് പൊടി, മല്ലിപ്പൊടിയും കുരുമുളകിലും അടിച്ച ഞണ്ടാണ്. വേറൊരു ടേസ്റ്റാണ് കേട്ടോ. ഇവിടുത്തെ കുരുമുളക് പൊടി, മല്ലിപ്പൊടി, തേങ്ങാപ്പാൽ,
വേറൊരു ടേസ്റ്റ്. അയ്യാ, നമ്മൾ നേരത്തെ കണ്ട അയല വറ്റിച്ചത് അങ്ങനെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നിരയാണ് കംപ്ലീറ്റ് ഫിഷിൻ്റെ ഐറ്റംസ്. പിന്നെ ഫ്രൈ നാടൻ ചിക്കൻ. ഇവിടെ ചിക്കൻ എന്ന് പറഞ്ഞാൽ നാടൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ബീഫ്, പോത്ത് അങ്ങനെയുള്ളൊരു ഐറ്റം ഇല്ല. ചിക്കനും മട്ടനും മാത്രമേ ഉള്ളൂ. നാടൻ ചിക്കനാണ്. അതൊരു പോർഷൻ തൂക്കിയാണ് കേട്ടോ. ഇനി ഇതിലെ പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, സവാള, അമ്മാതിരി സാധനങ്ങളുണ്ട്. എല്ലാം കൂടെ മിക്സ് ചെയ്ത് നല്ല ചൂട് ഫ്രൈ. അതിൽ 2 പീസ് നാരങ്ങ. പിന്നെ വലിയ വില കൂടിയ സാധനമാണ് സവാള. ഇതാണ് നാടൻ ചിക്കൻ മസാല. നമ്മൾ പുരട്ടി വെച്ചിരിക്കുന്ന സാധനം. അതിൽ നിന്ന് 2 കഷ്ണം എടുക്കും. പിന്നെ അതിൽ നിന്ന് 2 കഷ്ണം എടുക്കും. കാര്യം എല്ലാ പോർഷൻസും നമുക്കിതിനകത്ത് കവർ ചെയ്യണം. അതിനെ കണക്കാക്കി കൊച്ചു ലെഗ് പീസ്, അതുപോലെ തന്നെ അതിൻ്റെ ചിറകിൻ്റെ പീസ് 500 ഗ്രാം. ഇതാണ് ഒരു പോർഷൻ. ഇത് തൂക്കിയാണ് ഫ്രൈ ചെയ്യുന്നത്. ഇതാണ് വഴിയോര കടയുടെ അടുക്കള നമ്പർ 3. ഇവിടെ ഫ്രൈ ഐറ്റംസ്: കൊഞ്ച് ഫ്രൈ, അയല ഫ്രൈ, മത്തി ഫ്രൈ, ആവോലി ഫ്രൈ. വലിയ ആവോലി അതിൽ കിടന്ന് തിളയ്ക്കുന്നേ ഉള്ളൂ. ചൂടുള്ള എപ്പോഴും അടുപ്പിൽ ഇങ്ങനെ ഇട്ടയ്ക്കും. ഇത് ഉച്ചയ്ക്ക് ശേഷമുള്ള ഇലയട. ഇനി ഒരു 5 മിനിറ്റ് കൂടെ ഇരിക്കണ്ടേ? 5 മിനിറ്റ് കൂടെ ഇരിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇരുന്നോട്ട്. ഇത് ഇലയട നിറച്ച് വെച്ചിരിക്കുന്നത്. എന്തൊക്കെയുണ്ട്? അവില്, പഴം, പഞ്ചസാര, തേങ്ങ, അരിമാവ്. ഇത് ഊണിൻ്റെ ഇഞ്ചിക്കറി. പിന്നെ ഇവിടുത്തെ ചമ്മന്തി ഉണ്ട് കേട്ടോ. ചമ്മന്തി ഒരു രക്ഷയില്ല. രക്ഷയില്ലാത്ത സാധനം ചമ്മന്തി. ഉടന്തല്ലി, മുളകും, തേങ്ങയും, ജീരകവും, ഇഞ്ചിയും, ഉപ്പും എല്ലാം കൂടെ ഇട്ട് തേങ്ങ ഒരുപാട് അരയാതെ ചതച്ചിട്ടുണ്ടാക്കിയ ചമ്മന്തി. ഇതാണ് വഴിയോര കടയുടെ അടുക്കള നമ്പർ 4. മീൻകറി, പൊറോട്ട, ചപ്പാത്തി, ഉറട്ടി, അമ്മാതിരിയുള്ള സാധനങ്ങളെല്ലാം തയ്യാർ ചെയ്യുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഇവിടെ. പൊറോട്ട അടിച്ച് റെഡിയാക്കി ഇട്ടേക്കുന്നു. ഇനി ഇവിടെ ഉറട്ടി പരത്തുന്ന ആളാണ് നമ്മളെ കമ്പനി, ഇവിടുത്തെ സീനിയർ മോസ്റ്റ്. അമ്മ എന്തുണ്ട് വിശേഷം? ഇങ്ങനെ പോണ്. ഒരട്ടി ഒന്ന് പരത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് കല്ലിൽ ചുട്ടെടുക്കണം. കണ്ട, ഉറട്ടി പരത്തുന്നു. പരത്തി തുണിയിലാണ് പരത്തിയിട്ട് തിരിച്ച് അതുപോലെ എടുത്തതാ. ഇതാണ് അതിൻ്റെ ഉറട്ടിയുടെ അളവിൻ്റെ കല്ല്, ഉറട്ടിപ്പലക. അതിനകത്ത് തുണി ഇട്ടതിന് ശേഷം മിക്സ് ചെയ്ത മാവ് അതിനകത്ത് ഇനി മിക്സ് ചെയ്ത വറുത്ത മാവിൽ തേങ്ങ, ജീരകം, ഉപ്പ്, പിന്നെ എന്തൊക്കെ അമ്മ? തേങ്ങ, ജീരകം, ഉപ്പ്, ഇത്രയും സാധനം അതിനകത്ത് വെച്ചതാ. നിറച്ച് കറക്റ്റ് പരുവത്തിനാക്കി എടുത്ത് ഇനി ഇത് നേരെ കല്ലിലിടും അല്ലേ? ഇതാണ് അടുക്കള നമ്പർ 4. ഇവിടെയാണ് അവരെ ക്ലീനിങ് സെക്ഷൻ.
അവരാണ് ഇതാ ഇവിടെ ഇത്രയും വിശാലമായ സ്ഥലം. ഇവിടെയാണ് വലിയ പാത്രവും ചെറിയ പാത്രമൊക്കെ കഴുകി റെഡിയാക്കി ഇവിടെ വച്ചു കൊടുക്കുമ്പോൾ അവരെടുത്ത് എടുത്തുകൊണ്ട് പോകും. കണ്ടില്ലേ? പേരൊക്കെ എന്താണ്? ലീല, ദീപ, ശ്രീജ, അനിത കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ ഒരു ടൈം ടേബിൾ എന്ന് പറയുന്നത്. പിന്നെ മീൻ വലിയ ഇതിൽ നമ്മൾ അതിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചേക്കും. ഐസിലിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന മീനാണ്. ഏതൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞൂടാ. വേണ്ട, ഇതിനകത്ത് മീൻ സ്റ്റോർ ചെയ്ത് വെച്ചേക്കാണ്. ഇത് ഐസ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ മീൻ നേരത്തെ കൊണ്ടുവന്ന് ഇതിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചേക്കും. ഇവിടെയാണ് മീൻ വെട്ടി ക്ലീൻ ചെയ്ത് എല്ലാം റെഡിയാക്കി. എല്ലാത്തിനും ഒരു ചിട്ടയുണ്ട്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇലയുടെ ആയി കേട്ടാ, നല്ല ചൂട് ഇലയട. അത് ആവി പറക്കുന്ന ഇലയടാ. സൈഡിൽ ഇതാണ്. ഇനി പഴം, അവല്, ശർക്കര, അതിൻ്റെ മെയിൻ സാധനം എന്താ ഇവിടെ ഇരിക്കണേ. വാ വന്നു. ആഹാ, അപ്പോൾ നമ്മൾ വന്ന സമയത്ത് ഊണ് സമയമാണ്. ഊണ് സമയത്ത് പിന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഇത് കൊണ്ടുവന്ന് ഗസ്റ്റുകൾ കൂടുതൽ ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ ഒരു ഡിസ്റ്റർബൻസ്, ഒരു തിരക്ക് വേണ്ട. മാത്രമല്ല, ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഒരു സൗഹൃദത്തിൻ്റെ, മഹേഷിൻ്റെയും മാമൻ്റെയും അതുപോലെ തന്നെ അനീഷിൻ്റെയും ഒക്കെ ഒരു കടയായതുകൊണ്ട് നമുക്ക് എവിടെ വേണോ ഇരുന്ന് കഴിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് അല്പം ഭക്ഷണം എവിടെ നിന്നെങ്കിലും ഒരു ശകലം കഴിച്ചിട്ടങ്ങ് പോകാമെന്ന് വിചാരിച്ചു. ചോറ് ഇവിടെ ഉണ്ട്. കാര്യം ഈ നല്ല പീക്ക് ടൈമാണ്. ഈ പീക്ക് ടൈമിൻ്റെ ഇടയിൽ നമ്മൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഇരിക്കുമ്പോഴേ അത് കഴിക്കാൻ വരുന്ന ഗസ്റ്റുകൾക്ക് ചിലർക്ക് അതൊരു ചെറിയ ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നും. അവർ നല്ല ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മളിത് ഷൂട്ട് ചെയ്യുമ്പോൾ ചിലർക്കത് ഇഷ്ടപ്പെടില്ല. അപ്പോൾ ശകലം ഭക്ഷണം, ഉള്ളോളം പരിപ്പും അതുപോലെ തന്നെ അവിയലും തോരനും പിന്നെ ചമ്മന്തിയുണ്ട്, ഇച്ചിരി പുളിശ്ശേരിയും ഇവിടെ എടുത്ത് ഇച്ചിരി മീനിൻ്റെ കറിയും ചമ്മന്തി വേണം. അതുപോലെ തന്നെ ഇച്ചിരി കിച്ചടിയും അല്പ ചമ്മന്തിയും പിന്നെ നമ്മളെ ബാബുവാമൻ്റെ കോഴിക്കറിയുണ്ട്. ചെറിയ ഉള്ളിയിട്ട് വെച്ച കോഴിക്കറി, ആ കപ്പേരെ കൂടെ. ഉള്ളിയാണ് അതിൻ്റെ ഒരു ഘടകം. അതുകൊണ്ട് ഉള്ളി മാത്രം, ആ കപ്പയിൽ 2 ഉള്ളി, ഒരു 2 ചെറിയ ഉള്ളിയും കൂടെ ഞടിക്കുമ്പോൾ ബാബുവാമൻ്റെ കോഴിക്കറി വളരെ പ്രശസ്തമായ ആത്താണ്. ഇത്രയും സാധനം മതി. ഇനി ഒരു പപ്പടം കൂടെ കിട്ടിയാൽ, ഒരു പപ്പടം ഇങ്ങോട്ട് പോനെ, ഒരു പപ്പടം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ വഴിയോരക്കടയിലെ ഇന്നത്തെ ഉച്ചയൂണ് കുശാലായി മാറും. ഇങ്ങനെയൊന്നുമല്ല, ഇരുന്നത് വിശാലമായിട്ട് കഴിക്കണമെന്നുണ്ട്. പിന്നെ ഊണ് സമയമായതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല ഇതുണ്ട്. അയ്യോ, അച്ചാർ കൂടെ വയ്ക്കണം. അതാണ് ബാബുമ്മ. അച്ചാർ കൂടെ ആയപ്പോൾ കറക്റ്റായി. പിന്നെ ഇനി ഇതിനകത്തിരുന്ന് കഴിക്കുന്നതുകൊണ്ട് വേറെ ഒന്നും വിചാരിക്കരുത്, അല്ലെങ്കിൽ വേണ്ട. പലർക്കും ചിലപ്പോൾ അത് ഇഷ്ടപ്പെടില്ല. നമുക്ക് പുറത്ത് നല്ല തിരക്കാണ്. നമുക്കൊരു സൈഡ് വാരം നിന്ന് കഴിച്ചിട്ട് പപ്പടവും ഉള്ളുള്ള പരിപ്പും ഇത്തിരി കപ്പ, ആ ചെറിയ ഉള്ളി, തോരനും, ഇത്തിരി അവിയലും,
വെണ്ടയ്ക്ക കിച്ചടി. നാരങ്ങാച്ചാറും ഇവിടെ കുഴച്ച്. അപ്പോൾ ഇതൊരു വലിയ സൗഹൃദത്തിൻ്റെ കഥ കൂടിയാണ്. ഒരിക്കൽ കൂടി പറയാം, മഹേഷും മനീഷും അതുപോലെ തന്നെ നമ്മുടെ മാമനുമൊക്കെ എത്രയോ കാലങ്ങളായിട്ടുള്ള വലിയ സൗഹൃദമാണ്. അപ്പോൾ ഈ കടയെ ഞാൻ പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല, മലയാളികൾക്കൊക്കെ സുപരിചിതമായൊരു നല്ല ഭക്ഷണശാലയാണ്. അപ്പോൾ വരുമ്പോൾ ഇതുവഴി ഇറങ്ങുക. എല്ലാ സൗഹൃദങ്ങൾക്കും നല്ല നമസ്കാരവും ഒരുപാട് സ്നേഹവും. അത് മാത്രമല്ല, എല്ലാ വിമർശനങ്ങളെയും ആരോഗ്യകരമായ രീതിയിൽ തന്നെ എടുക്കുന്നു. എല്ലാ വിമർശനങ്ങളും തിരുത്തി മുമ്പോട്ട് പോകുന്നതിന് വേണ്ടി ശ്രമിക്കുന്നു. അപ്പോൾ നമ്മുടെ തൈക്കാടുള്ള അമ്മ വീട്ടിലേക്കും എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ എല്ലാ സൗഹൃദങ്ങൾക്കും നല്ല നമസ്കാരം, ഒരുപാട് സ്നേഹം, ഒരുപാട് ഇഷ്ടം. ഒരു ഉരുള ചോറും അതിൻ്റെ കൂടെ അല്പ പായസവും.